വെൽക്കം ടു ദി ജംഗിൾ. ആദ്യമേ തന്നെ പറയാം, സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ബുദ്ധി ഉപയോഗിക്കേണ്ട സിനിമയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും പോയൊരു സിനിമയല്ല വെൽക്കം ടു ദി ജംഗിൾ. ഇതൊരു ബ്രെയിൻലെസ് കോമഡി ചിത്രമാണ്. ഇവിടെ യുക്തിക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു വകുപ്പുമില്ല എന്നുള്ള രീതിയിൽ പോകണം എന്ന് 100% മനസ്സിലാക്കിയിട്ട് പോയൊരു സിനിമയാണ്. പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമർ സിനിമയാണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഹ്യൂമർ നമുക്കൊന്ന് വർക്കാവണ്ടേ. കംപ്ലീറ്റ് ലെറ്റ് ഡൗൺ. അതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വെൽക്കം ടു ദി ജംഗിൾ. ഇപ്പോൾ ബോളിവുഡിൽ കുറേ സിനിമകളുണ്ട് ഇത്തരത്തിലുള്ള ബ്രെയിൻലെസ് കോമഡി. ഇപ്പോൾ വെൽക്കം എന്ന് പറയുന്ന ഇതിൻ്റെ 2007 പടം. പക്ഷേ വെൽക്കത്തിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വെൽക്കം മറ്റ് ഹ്യൂമർ സിനിമകളെ അപേക്ഷിച്ച് ഒരു കൾട്ട് ക്ലാസിക് പടമാണ്. കാരണം അതിൻ്റെ അകത്ത് കോമഡികളൊക്കെ കുറച്ചുകൂടി ഒരു ക്ലാസീസാണ്. പക്ഷേ ഇപ്പോൾ ധമാൽ അല്ലെങ്കിൽ ഈ ഹൗസ്ഫുൾ ഇങ്ങനത്തെ സിനിമകളോട് നോക്കുകയാണെങ്കിൽ അതൊക്കെ ബ്രെയിൻലെസ് കോമഡി, ഒരു യുക്തിക്ക് നിരക്കാത്ത നമ്മുടെ പഴയ ജമ്പനും തുമ്പനും ഒക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി കാണുന്ന പോലെ ഒരു കയ്യിലെ കോമഡി. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോമഡി അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ കോമഡി എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന ഒരു കാര്യവും ഒരു രീതിയിലും ഈ സിനിമയിൽ എനിക്ക് വർക്കായി. സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല ടോർച്ചറായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ സാധാരണ ഇങ്ങനത്തെ സിനിമകൾ അങ്ങനെ വിമർശിക്കുന്ന ഒരാളല്ല. മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, ഹിന്ദിയിൽ വരുന്ന കോമഡി ചിത്രങ്ങൾ നമ്മുടെ മലയാളത്തിലെ കോമഡി ചിത്രങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറ്റം പറയുന്നൊരു സ്വഭാവം. ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. ഞാൻ അത്തരം സിനിമകൾ നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എസ്പെഷ്യലി ഞാൻ ഹിന്ദി സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ കോമഡിയാണെന്നും പറഞ്ഞ് എന്തെങ്കിലും വെറുതെ കാണിച്ചാൽ മതിയോ? സാധാരണ ഒരു അക്ഷയ് കുമാർ ചിത്രത്തിലെ കോമഡിയാണ് മുമ്പാന്ന് വെച്ചാൽ പുള്ളിയുടെ ചില മാനറിസങ്ങളും പുള്ളിയുടെ ചില ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, അത് വേറെ ലെവലായിരിക്കും. പക്ഷെ ഇതൊന്നുമില്ല. പുള്ളി എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ ഒരു രീതിയിലും ഇവിടെ ഫ്ലാറ്റായ ഒരു അനുഭവമായിട്ട് തോന്നിയത്. ഒരു നല്ല മൊമെൻറ്റ്, എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഒരു നല്ല മൊമെൻറ്റ് പോലും ആ സിനിമയിലില്ല. പിന്നെ അക്ഷയ് കുമാറിനെ കൂടാതെ ഈ പടത്തിൽ വലിയൊരു കാസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഈ കാസ്റ്റാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ്. കാരണം എവിടെ നോക്കിയാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ട്. ഇപ്പം അക്ഷയ് കുമാറിനെ കൂടാതെ സുനിൽ ഷെട്ടി ഉണ്ട്, ജക്കി ഷറഫ്, അർഷദ് വാർസി, ശ്രേയസ് തപ്പടെ, തുഷാർ കപൂർ, രവീണ ടണ്ടൻ, ജാക്വലിൻ ഫെർണാണ്ടസ്, ദിശ പട്ടാണി, പരേഷ് റാവൽ, യാഷ്പാൽ യാദവ്, കിരൺ കുമാറിനെയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം ഒരു സിനിമയിൽ കാണുന്നത്. പിന്നെ ഫരീദ ജലാൽ. പിന്നെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട വേറൊരു മെയിൻ 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് 90s കിഡ്സിന് അത് മനസ്സിലാവും, നമ്മുടെ മഹാഭാരതം, ദൂരദർശനുണ്ടായിരുന്ന മഹാഭാരതത്തിൽ കർണൻ, അതേപോലെ കർണൻ്റെ റോൾ ചെയ്ത പങ്കജ് ധീർ, അതേപോലെ ദുര്യോധനൻ്റെ റോൾ ചെയ്ത പിണ്ടിത് ഈശ്വർ, പിന്നെ അർജുനൻ്റെ റോൾ ചെയ്ത ഫിറോസ് ഖാൻ. ഈ 3 നടന്മാർ അതിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും അല്ലൊരു ക്യാമിയോ പോലെ. അവരെ ചിലപ്പോൾ ഓഡിയൻസിന് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഉപയോഗിച്ച് അവർ അന്നത്തെ മഹാഭാരതത്തിൽ അഭിനയിച്ച കോസ്റ്റ്യൂമിൽ കാണിക്കുന്നുണ്ട്. അതൊരു 90s കിഡ് എന്നുള്ള നിലയിൽ എനിക്കതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. അതേപോലെ സുരാഗ് ദ ക്ലൂ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു പണ്ട്, ഒരു ക്രൈം ത്രില്ലർ. അതിൽ ഇൻസ്പെക്ടർ ഭാരത് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത സുധീഷ് ബേരി എന്ന് പറയുന്ന ആക്ടറുണ്ട്. അദ്ദേഹത്തൊക്കെ സിനിമയിൽ കണ്ടിട്ട് ഒരുപാടാണ്. പുള്ളിയുണ്ട് ഇതിലൊരു ആർമി ഓഫീസറായിട്ട്. പ്രായമായവർക്കൊക്കെ അവരുടെയൊക്കെ ആ ഒരു നല്ല മൂമെൻറ്റ്സിൽ നമ്മൾ കണ്ടിട്ട് അവർ ഏജായിട്ട് കാണുമ്പോൾ ഫീലിംഗ് സാഡ്, ബട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അന്ന് 12-10 വയസ്സിൽ കണ്ട ഞാനിന്ന് 37-38 വയസ്സുള്ള ആളായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഏജായി. എന്നാലും അവിടെ കാണുമ്പോൾ ഒരു സുധീഷ് ബേരിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോയിൽ വില്ലൻ പുള്ളിയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നടന്മാരെ കൊണ്ടുവന്നിട്ട് അത് എനിക്ക് ഒരു നല്ല രീതിയിൽ ഒരു സന്തോഷം തോന്നി. കാരണം ഇവരെയൊക്കെ എപ്പോഴും സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ ഒരു സന്തോഷം തോന്നി. എനിക്ക് ഈ ചിത്രത്തിൽ തോന്നിയ ഏക പോസിറ്റീവ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ്, ഏക പോസിറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ സുനിൽ ഷെട്ടി അക്ഷയ് കുമാറും തമ്മിലുള്ള കോമ്പിനേഷൻ, അതേപോലെ അക്ഷയ് കുമാറും രവീണയും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇവരുടെ ഈ 90s ഒരു അടക്കി വളരുന്ന ടൈമിലുള്ള ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതുപോലെ അക്ഷയ് കുമാർ രവീണ ടണ്ടൻ ബ്രേക്കപ്പ്, നമ്മളിൽ പലർക്കും അറിയായിരിക്കും, അവരൊരു മാരേജ് വരെ എത്തിയ ഒരു റിലേഷനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ബ്രേക്കപ്പിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റൊക്കെ ഇതിൽ അക്ഷയ് കുമാർ ചെയ്യുന്ന രാജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ലൈഫിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഒരു നിലയിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എവിടെ എത്താണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയും മാറിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് വെൽക്കം ടു ദി ജംഗിൾ. 250 കോടി രൂപയോളം ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെ ബഡ്ജറ്റ് എനിക്ക് അനുവാസം നോക്കുമ്പോൾ അത്ര നല്ല ബേക്കിംഗ് അല്ല, പ്രത്യേകിച്ച് ഉപയോഗിച്ച് ചില സംഭവങ്ങളൊക്കെ ചെയ്തേങ്ങളൊന്നും തീരെ വർക്കായിട്ടില്ല. പടം ചിലപ്പോൾ ഹിറ്റ് ആവുമായിരിക്കും, കാരണം നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിൻ്റെ കൂടെ ഞാൻ ലുലുവിൽ കണ്ട ഫാമിലീസൊക്കെ ഇരുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. മേ ബി അവരുടെ ഇടയിൽ ഈ പടം സൂപ്പർ ഹിറ്റ് ആവുമായിരിക്കും. അത് അവർക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. എന്നാലും നമുക്ക് തോന്നുന്നൊരു എക്സ്പീരിയൻസ് നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ച് ജംഗിൾ മേ മംഗൾ, അല്ല വെൽക്കം ടു ദി ജംഗിൾ.